പൈനാപ്പിൾ കൊണ്ട് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അതിന് ഞാനൊരു മീഡിയം സൈസ് പൈനാപ്പിൾ നല്ലതുപോലെ നമ്മൾ അതിൻ്റെ കറുത്ത കണ്ണൊക്കെ ചെത്തിയിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. തീരെ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതി. അതിന് വേണ്ടി ഇത് നമുക്ക് പാൽക്കട്ടിയാണ്. ഇത് സാധാരണ ഈ പാൽക്കട്ടി വാങ്ങിക്കാൻ കിട്ടുകയല്ലാത്തവരെ ഇതുപോലെ ഈ വെളുത്ത പേട കിട്ടും. ഈ പേട ആണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇത് നല്ലപോലെ പൊടിച്ച് ചേർത്താൽ മതി. ഇത് ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. 200 ഗ്രാം പഞ്ചസാര വേണം, ഒരു 100 ഗ്രാം നെയ്യ് വേണം. പിന്നെ നമ്മൾ ബദാം നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇടണം. ഒരു നുള്ള ഏലക്കാപ്പൊടിയും ചേർക്കണം. നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. ഈ പാൽക്കട്ടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ചൂടുകട്ടിയുള്ള ഒരു പാൻ ചൂടാക്കി ആദ്യം നമുക്ക് ഈ നെയ്യ് അങ്ങ് ഒഴിക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നല്ലതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതുണ്ട് പൈനാപ്പിൾ ഞാൻ നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ അങ്ങ് ചേർത്ത് നല്ല ചുമന്ന് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി പറ്റിക്കാം. ഇത് അപ്പം നമ്മുടെ പൈനാപ്പിൾ ഇതുണ്ട് ചുമന്ന് വരുന്നുണ്ട്. നല്ലതുപോലെ ചുമക്കുന്ന വരെ നമുക്ക് ഇളക്കാം. നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ ചുമന്നിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാരയും പാൽക്കട്ടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാം. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് ഉരുകി മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നല്ല പറ്റി വരുന്ന പാകമാകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയുന്നുണ്ട്. നന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം. നമുക്കിതിനി ഓഫാക്കാം. നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി നമ്മൾ ഈ ബദാം പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർക്കാം. ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇനി നമ്മളിത് നല്ലപോലെ നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റാം. നമ്മുടെ പൈനാപ്പിൾ സ്വീറ്റ് റെഡിയാണ്. ഇപ്പം ഞാൻ നല്ലപോലെ ഒരു നെയ്മയം പുരട്ടിയ പാത്രത്തിലിട്ട് വെച്ചിരിക്കുക. ഇത് നമ്മൾ ഇച്ചിരി തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഡയമണ്ട് ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് തണുത്തിട്ട് കട്ട് ചെയ്യാം.